സിദ്ധാർത്ഥ ഗൗതമൻ അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയുടെ വികാസത്തിൽ നിന്നും അദ്ദേഹം പിടികിട്ടി. ഒരു നവസമൂഹത്തെ നിർമ്മിക്കണമെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണ് നിർമ്മിക്കേണ്ടത്. ഈ ക്വാളിറ്റിയിലാണ് ആ പുതിയ സമൂഹം കിടക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കും? ഇതായിരുന്നു ബുദ്ധൻ്റെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയിട്ട് 3 ആഴ്ച അദ്ദേഹം തിങ്കിങ് അതായിരുന്നു. എൻ്റെ കയ്യിലൊരു ആശയമുണ്ട്, പക്ഷേ എൻ്റെ മലയാളം കൊണ്ട് ഞാനത് എങ്ങനെ ആ ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനു മുമ്പ് ഇങ്ങനെ ചർച്ച ചെയ്തല്ലോ, ഇവിടെ കിട്ടണോ? അതിനു മുമ്പ് ഇങ്ങനെ ദമ്മൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പാലി ഭാഷയിൽ അദ്ദേഹത്തിന് ഇത് എങ്ങനെ പറയാൻ പറ്റും? സിദ്ധാർത്ഥൻ്റെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ അനുഭവമല്ലേ. അപ്പോൾ ഓർത്തോണം, ബുദ്ധൻ ദമ്മോ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ എക്സ്പീരിയൻസ്. അദ്ദേഹം എത്തിയ ആ ഹൈ റേഞ്ച് മൈൻഡിൽ ഉണ്ടായ അനുഭവത്തെ വാക്കിലൂടെ ആ അനുഭവത്തെ പറഞ്ഞ് സാധാരണക്കാർക്ക് അനുഭവം ഉണ്ടാക്കിപ്പിച്ച് കൊടുക്കണ്ടേ? അതെങ്ങനെ പറയുന്നായിരുന്നു ആലോചിച്ചത്. എൻലൈറ്റ്മെൻറ്റ് കിട്ടിയിട്ട് എവിടെ ബുദ്ധഗയയിൽ 3 ആഴ്ച നടക്കുമായിരുന്നു അതിൻ്റെ അതുകൂടെ, ബുദ്ധഗയ്ക്കകത്ത് കൂടെ. ഇന്നിപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ലേ, ദമ്മം അതാണ് ഇതാണ്, നമുക്ക് ലാംഗ്വേജ് ഉണ്ട്. കാര്യം എന്താ അറിയാം, നമുക്ക് മുമ്പേ പോയവരത് പറഞ്ഞ് ആ ചേരുവ ചേർത്ത് പറഞ്ഞ് ആൾക്കാർക്ക് ആ ടേസ്റ്റ് എത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം അതിനോട് ചേർത്ത് പറഞ്ഞാൽ മതി അല്ലേ? പക്ഷെ ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ദമ്മം ബുദ്ധൻ്റെ വായിൽ നിന്നും സംസാരത്തിലൂടെ അത് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കും? ഒരു ഫുട്ബോളിൻ്റെ ഒരു കോച്ച് അല്ലെങ്കിൽ കബഡികളുടെ ഒരു കോച്ച്, അയാളെ തന്ത്രം എങ്ങനെ പറഞ്ഞ് കളിക്കാരെ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് കൊടുക്കണ്ടേ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിങ്കിങ്. 3 ആഴ്ച എടുത്തു അദ്ദേഹം ഇത് എങ്ങനെയാണ് നമുക്കിത് ഒരു തോറ്റുപോയാലോ, പരാജയപ്പെട്ടു പോയാലോ, അതിനുശേഷം അദ്ദേഹം നമുക്കിത് ഇങ്ങനെ പറഞ്ഞു നോക്കാം എന്ന് ഓർത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ദമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധമ്മം എന്ന് പറയുന്നത് ബുദ്ധൻ്റെ അനുഭവത്തെയാണ് ധമ്മം എന്ന് പറയുന്നത്. ആ അനുഭവത്തെ തൻ്റെ സ്വന്തം ശബ്ദത്തിലൂടെ, തൻ്റെ സ്വന്തം ഭാഷയിലൂടെ അത് മറ്റൊരാൾക്ക് മുമ്പിലേക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ആ പകർന്നു കിട്ടിയത് എന്തൊക്കെയാണോ, ഇന്ന് നമ്മുടെ ബുക്കിൻ്റെ അകത്ത് കാണില്ല, എന്തൊക്കെയാണോ അതിന് നമ്മൾ എന്ത് പറയുന്നു? ധമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ധമ്മത്തെ നമ്മൾ ഒരിക്കലും നിഷേധിക്കുകയോ അതിനെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കുകയോ ചെയ്യല്ലേ. കാര്യം ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത്. നമ്മുടെ ചെറിയ മൈൻഡ് ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പം ഗുണമുള്ള സാധനം ആയിരിക്കത്തില്ല. പക്ഷേ എന്നാണോ നിങ്ങളുടെ പ്രജ്ഞ വികസിക്കുന്നത് അന്നായിരിക്കും നമുക്കതിൻ്റെ പ്രയോജനം വരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ചെറിയ മൈൻഡിൽ നമുക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ലായിരിക്കും. ഇതൊക്കെ നടക്കാൻ പോവോ, ഇതൊക്കെ നടക്കുന്നതാണോ, അതല്ലേ ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് ഇതല്ലാതെ വേറെ സാധനം പറ്റത്തില്ല. 2 മനുഷ്യർ തമ്മിൽ ജീവിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊന്നും പറ്റത്തില്ല. അത് സ്ത്രീയും പുരുഷനാണെന്ന് കൊള്ളാം, പുരുഷനും പുരുഷന്മാരാണെന്ന് കൊള്ളാം. ഇതിനെ ബേസ് ചെയ്താണ് കിടക്കുന്നത്. പക്ഷേ നമ്മളങ്ങനെ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ കിടന്ന് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഭർത്താവും, മറ്റേ ആൾ പെട്ടെന്ന് ഭാര്യയാവും, ഞാൻ കേൾക്കാൻ വിധിക്കപ്പെട്ടവൾ, ഞാൻ പറയാൻ അങ്ങനെ ആയിപ്പോവും. അതൊക്കെ ഇതിൻ്റെ അതാണ് കിടക്കുന്നത്. അടുത്ത കൾച്ചർ. പക്ഷെ ഇത് അങ്ങനെയല്ല. എനിക്കത് എനിക്കത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ ഇപ്പം നമ്മളൊരാൾ പാട്ട് കേൾക്കുമ്പോൾ, ഒരു നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിനോടൊപ്പം തന്നെ ആ പദങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ട്യൂൺ കൂടി അതിനത് അല്ലേ, ഒരു ട്യൂൺ കൂടി വരും അതിനത് അല്ലേ. അപ്പം ആ ട്യൂണും ആ വാക്കുകളും ആ സ്വരമൊക്കെ വരുമ്പോൾ ഹൃദയത്തിലേക്ക് ആ ഒരു നാടൻ പാട്ടൊക്കെ അങ്ങ് ഹൃദയത്തിലേക്ക് അങ്ങ് കയറും. നമ്മൾ ആ ഫീലോട് കൂടി സ്വീകരിക്കും. അപ്പം അതുപോലെ ബുദ്ധന് വരുന്ന ആലോചിച്ചിരുന്നു, എൻ്റെ അനുഭവം ഞാൻ എങ്ങനെ ഷെയർ ചെയ്യും ഒരാളോട്? സിനിമ കഥ പറഞ്ഞാൽ പറയാൻ പറ്റും, നമുക്കത് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു ഷെയറിങ് ആണ് ശരിക്കും. അങ്ങനെ ഷെയർ ചെയ്തതാണ് പരമ്പരാഗതമായിട്ട് ഷെയർ ചെയ്തതാണ് നമ്മുടെ മുമ്പിൽ ബാബാസാഹിബിൻ്റെ 22 ഓളിയത്തിലൊക്കെ വരുന്നത് കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ആ ബുദ്ധൻ്റെ ആ ശാസനങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ദമ്മം എന്ന് പറയും. അപ്പോൾ ആ ദമ്മത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമ്മൾ പറയുന്നതല്ല, അത് ബുദ്ധൻ പറയുന്നതാണ്. ഇപ്പോൾ സാറിനൊക്കെ അറിയാം, ഇപ്പോൾ ആ പാലി വായിക്കുമ്പോൾ തന്നെ
ബുദ്ധൻ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ, അങ്ങനെ തുടങ്ങുന്നത് തന്നെ. അതല്ലാതെ ഇത് ആനന്ദൊക്കെ പറയുന്നത് എന്താ, ബുദ്ധൻ ശ്രാവസ്തിയിൽ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബുദ്ധൻ അങ്ങനെ അല്ലേ, ആ വാക്കങ്ങനെ ബുദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ അല്ലത്, ഇദ്ദേഹം നിർമ്മിച്ചതല്ല, അങ്ങനെ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞ എന്താ, ഇത് ബുദ്ധൻ പറഞ്ഞതാണ്, അല്ല നമ്മളാരും പറഞ്ഞതല്ല, ഇത് ബാബാസാഹേബ് പറഞ്ഞതല്ല. ബാബാസാഹേബ് പറഞ്ഞ എന്താ, ഇത് എൻ്റെ മാസ്റ്റർ പറഞ്ഞാണ്, അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ നമ്മുടെ പാരമ്പര്യം അങ്ങനെ വരുന്നത്. ആ ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യണം, ധമ്മം പഠിക്കുമ്പോൾ ധമ്മത്തെ നമ്മൾ എന്താ റെസ്പെക്ട് ചെയ്യണം. കാര്യം ഇത് ബുദ്ധൻ്റെ അനുഭവമാണ്, എക്സ്പീരിയൻസ് ബുദ്ധൻ്റെയാണ്. അത് ബുദ്ധൻ്റെ ശബ്ദത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയാണ്.